കേന്ദ്ര സർക്കാർ കേരളത്തെ വഞ്ചിച്ച നടപടിക്കെതിരായി ഉത്രാടം നാളിൽ യുവജനങ്ങൾ സമരം ചെയ്യേണ്ടി വന്നതാണ് ഇന്ന് കേരളം നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം. സാധാരണഗതിയിൽ ആഘോഷവേളകൾ സമരം സംഘടിപ്പിക്കാറില്ല. അത്യപൂർവമാണ് ആഘോഷവേളകളിൽ സമരം നടത്തേണ്ടി വരിക. ഇത് അത്യപൂർവമായ ഒരു നടപടിയാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത്. അതുകൊണ്ടാണ് ഇന്നത്തെ ദിവസം ഒരു സമരം നടത്തേണ്ടി വന്നത്. പാലക്കാട് ഡിവിഷനെ വീണ്ടും വെട്ടിമുറിച്ചു. ബാംഗ്ലൂർ സെന്റർ, ബാംഗ്ലൂർ ജംഗ്ഷൻ ഉൾപ്പെടെയുള്ള കേരളത്തിന്റെ അതിർത്തിയായ ഉള്ളാൾ മുതൽ അങ്ങോട്ടുള്ള വിവിധ റെയിൽവേ സ്റ്റേഷനുകൾ ചരക്ക് ഗതാഗത നീക്കം നടത്തുന്ന പനമ്പൂർ മേഖലയടക്കം മൈസൂർ ഡിവിഷനിലേക്ക് പാലക്കാട് ഡിവിഷനിൽ നിന്ന് വെട്ടിമുറിച്ച് മാറ്റിയ നടപടിക്കെതിരായിട്ടാണ് കേരളമാകെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി പ്രതിഷേധിക്കുന്നത്. 2006 കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ UPA കേന്ദ്രം ഭരിക്കുമ്പോഴാണ് പാലക്കാട് ഡിവിഷനിൽ പെടുന്ന കോയമ്പത്തൂർ മേഖല വെട്ടിമുറിച്ച് സേലം ഡിവിഷനിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പാലക്കാടിന് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത കേരളത്തിനെതിരായ നടപടി അന്നത്തെ കോൺഗ്രസ് സർക്കാർ സ്വീകരിച്ചു. കേവലം പാലക്കാട് ഡിവിഷന്റെ മാത്രം പ്രശ്നമല്ല റെയിൽവേയുടെ പ്രശ്നം. പാലക്കാട് ഡിവിഷനിൽ മാത്രം 1247 കിലോമീറ്റർ ആണ് റെയിൽവേ പാതയുടെ നീളമുള്ളത്. കോയമ്പത്തൂർ മേഖല സേലം ഡിവിഷനിൽ ഉൾപ്പെടുത്തിയതിനെ തുടർന്ന് പാലക്കാട് ഡിവിഷൻ 582 കിലോമീറ്റർ ദൂരം മാത്രമായി നേർപാതിക്ക് താഴെയായി. 2006 കോൺഗ്രസ് നടപടി തന്നെ അങ്ങേയറ്റം കേരളത്തിന് എതിരായ നടപടിയായി. അതിനുശേഷമാണ് ഇപ്പോ ബാംഗ്ലൂർ മേഖലയെ വീണ്ടും വിഭജിച്ചത്. 2 വർഷം മുമ്പ് ആരംഭിച്ചതാണ് ഈ വിഭജന നീക്കം. അന്ന് ആ നീക്കത്തിനെതിരായ നിലപാട് പി ശിവദാസൻ MP, LDF സർക്കാർ ഉൾപ്പെടെയുള്ളവർ ശക്തമായ പ്രതികരണത്തിലൂടെ നടത്തുകയുണ്ടായി. റെയിൽവേ കൺസൾട്ടേറ്റീവ് കമ്മിറ്റിയിൽ ഈ പ്രശ്നം ഉന്നയിക്കുകയുണ്ടായി. ഇടതുപക്ഷത്തിന്റെ അന്നത്തെ ഇടപെടലിനെ തുടർന്നാണ് താൽക്കാലികമായി പാലക്കാട് വെട്ടിമുറിക്കാനുള്ള നീക്കം അവസാനിപ്പിച്ചത്. UDF അധികാരത്തിൽ വന്നു. കർണാടകത്തിലാണെങ്കിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നു. കേരളത്തിലെ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള UDF സർക്കാർ എതിർപ്പ് രേഖപ്പെടുത്തില്ല എന്ന ഉറപ്പ് കിട്ടിയതിനെ തുടർന്നാണ് ഇപ്പോൾ വെട്ടിമുറിക്കാനുള്ള തീരുമാനം നടപ്പാക്കിയത്. വിജ്ഞാപനം ഇറങ്ങി. എന്താണ് ഈ വിഭജനം കൊണ്ടുണ്ടാവുന്ന ദോഷം? BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ മാധ്യമ സമ്മേളനം നടത്തി പറഞ്ഞത് വിഭജനം കൊണ്ട് കേരളത്തിന് ഒരു ദോഷവും ഉണ്ടാവില്ല. അങ്ങനെയാണോ സത്യം? ഒന്ന്, പാലക്കാട് ഡിവിഷന്റെ വിസ്തൃതി കുറഞ്ഞു, നേർപാതിക്ക് താഴെയായി. അതിന്റെ ഫലമായി പാലക്കാട് ഡിവിഷനിലെ വികസന പ്രവർത്തനങ്ങൾക്ക് അനുവദിക്കുന്ന ഫണ്ട് സ്വാഭാവികമായും കുറയും. പാലക്കാട് ഡിവിഷനിൽ
വരുമാനം ഗണ്യമായി വർദ്ധിപ്പിക്കാൻ കഴിയുന്ന ഒന്നാണ് ചരക്ക് ഗതാഗതം. അത് പനമ്പൂർ വഴിയാണ്. മംഗലാപുരം പോർട്ട് വഴിയുള്ള എല്ലാ ചരക്ക് നീക്കങ്ങളും കേരളത്തിലൂടെ നടത്തുന്നത് പനമ്പൂരിൽ നിന്ന് തുടങ്ങി കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. അതിന്റെ വരുമാനം മുഴുവൻ മൈസൂർ ഡിവിഷനിലേക്ക് പോകും. 500-600 കോടി ഉറുപ്പികയുടെ വരുമാന നഷ്ടമാണ് ഉണ്ടാവുക. യാത്രാ വരുമാന നഷ്ടം അതിന് പുറമെയാണ്. എല്ലാം ചേർന്നാൽ പാലക്കാട് ഡിവിഷനിൽ ലഭിക്കുന്ന വരുമാനത്തിന്റെ 70% കുറവാണ് ഉണ്ടാവുക. ചെറിയ പ്രശ്നമല്ല. മംഗലാപുരം മേഖല മൈസൂരിൽ പെടുത്തിയതുകൊണ്ട് 30 കിലോമീറ്റർ റെയിൽപാത മാത്രമാണ് കുറയുന്നതെങ്കിലും വരുമാനത്തിലുണ്ടാവുന്ന ഭീമമായ നഷ്ടം ഭാവി വികസനത്തെ ബാധിക്കും. നമുക്ക് സോണില്ല. ഒരു സോൺ കേരളത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മുടെ വികസനത്തിന് സോണെന്ന പരിഗണന കൂടി കിട്ടുമായിരുന്നു. 2 ഡിവിഷനാണുള്ളത്, പാലക്കാടും തിരുവനന്തപുരം. തിരുവനന്തപുരം ഡിവിഷനിൽ പെടുന്ന നാഗർകോവിൽ മേഖല മധുര ഡിവിഷനിലേക്ക് മാറ്റാനുള്ള നീക്കവും നടക്കുന്നുണ്ട്. പാലക്കാട് ഡിവിഷനിൽ പെടുന്ന പൊള്ളാച്ചി, അതിന് പാലക്കാട് നിലനിർത്തുമെന്ന് ഉറപ്പില്ല. ചുരുക്കത്തിൽ സോണില്ല, ഡിവിഷൻ വെട്ടിക്കുറക്കുന്നു. ഇങ്ങനെയൊരു നില കേരളത്തിലെ റെയിൽവേ വികസനത്തെ സാരമായി ബാധിക്കും. കേരളം ദീർഘകാലമായി ആവശ്യപ്പെടുന്നതാണ് കോച്ച് ഫാക്ടറി. പാലക്കാട് അതിനു വേണ്ടുന്ന സ്ഥലം ഇടതുപക്ഷ ഗവൺമെന്റ് എടുത്തു കൊടുത്തു. പാർലമെന്റിൽ പാലക്കാട് റെയിൽവേ കോച്ച് ഫാക്ടറി അനുവദിക്കുമെന്ന് പ്രഖ്യാപിച്ചതാണ്. സ്ഥലം റെയിൽവേ അധികൃതർ വന്ന് പരിശോധിച്ച് തൃപ്തിപ്പെട്ടതാണ്. ഏറ്റവും ഒടുവിൽ കേന്ദ്ര ഗവൺമെന്റ് കോച്ച് ഫാക്ടറി കേരളത്തിൽ ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞു. 3ാം പാത അത് കേരളത്തിന്റെ ഒരു പൊതു ആവശ്യമാണ്. പുതിയ തീവണ്ടികൾ ഇനി അനുവദിക്കണമെങ്കിൽ 3ാമതൊരു റെയിൽ പാത അനിവാര്യമാണ്. ഡിവിഷനുകൾ വെട്ടിക്കുറച്ചതോടെ ഇപ്പോൾ അതിന്റെ സാധ്യതയും അടയുകയാണ്. പുതിയ തീവണ്ടികൾ അനുവദിക്കണമെങ്കിൽ റെയിൽ പാത വേണം. പുതിയ തീവണ്ടികൾ അനുവദിക്കണമെങ്കിൽ ഡിവിഷൻ വിപുലമായ സൗകര്യത്തോടുകൂടി വേണം. 21 തീവണ്ടികളാണ് മംഗലാപുരത്ത് നിന്നും പുറപ്പെടുന്നത്. ആ തീവണ്ടികളുടെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മെയിന്റനൻസ്. പിറ്റ് ലൈനും യാർഡും ടെർമിനലും അതിന് വേണം. അത് മലബാർ മേഖലയിൽ ഓടുന്ന 5-6 ജില്ലകളിലൂടെ ഓടുന്ന തീവണ്ടികളെ എല്ലാറ്റിന്റെയും മെയിന്റനൻസ് നടത്തേണ്ട സ്ഥലമാണ് മംഗലാപുരം. പിന്നെ ഉള്ളത് പാലക്കാട് ഡിവിഷനിൽ ഷൊർണൂർ മാത്രമാണ്. ഷൊർണൂർ മംഗലാപുരത്തുള്ള അത്രയും സൗകര്യമില്ല. കേരളത്തിലാണെങ്കിൽ പിന്നെയുള്ളത് തിരുവനന്തപുരത്തും എറണാകുളത്തുമാണ്. തിരുവനന്തപുരത്താവട്ടെ പുതുതായി വികസിച്ചു വരുന്ന തിരുവനന്തപുരം നോർത്താണ് ആശ്രയം. എറണാകുളത്തും മംഗലാപുരത്തേതുപോലെയുള്ള മെയിന്റനൻസിന്റെ സൗകര്യമില്ല. കേരളത്തിലൂടെ ഓടുന്ന തീവണ്ടികളുടെ മെയിന്റനൻസ് ഏറ്റവും പ്രധാനമാണ്. അറ്റകുറ്റപ്പണികൾ,
അത് ദൈനംദിനമായി ചെയ്യേണ്ടതാണ്. അതിന് ചെയ്യേണ്ടുന്ന പിറ്റ് ലൈൻ, യാർഡ്, ടെർമിനൽ അത് മുഴുവൻ പാലക്കാട് ഡിവിഷൻ വെട്ടി മാറ്റുമ്പോൾ മൈസൂർ ഡിവിഷനിൽ പോയി. ഒന്നുമില്ലെങ്കിലും ഒരു മര്യാദ കാണിക്കാമായിരുന്നു. കോഴിക്കോടോ കണ്ണൂരോ ഒരു പിറ്റ് ലൈൻ പുതുതായി വികസിപ്പിച്ചതിന് ശേഷം ഈ പാലക്കാട് ഡിവിഷൻ വിഭജിക്കുക എന്ന നിലയെങ്കിലും സ്വീകരിക്കാമായിരുന്നു. റെയിൽവേക്ക് ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അതാണ് അവഗണനയുടെ കയ്പുനീര് ഇപ്പോൾ രുചിക്കേണ്ടി വരുന്നത്. ഇത് വഞ്ചനയാണ്. ഈ വഞ്ചനക്കെതിരായി സംഘടനകൾ തനതായും ഒന്നിച്ചും സമരം ചെയ്യണം. കോൺഗ്രസിന്റെ എംപിമാരാണ് കേരളത്തിൽ കൂടുതൽ. അവർ ഡൽഹിയിലേക്ക് സമരം നടത്താൻ തയ്യാറാവുകയാണെങ്കിൽ യോജിച്ച സമരത്തിന് ഇടതുപക്ഷം തയ്യാറാണ്. നിങ്ങൾക്കതിന് ത്രാണിയുണ്ടോ? നിങ്ങളായിരുന്നു 2006 പാലക്കാട് ഡിവിഷൻ ആദ്യം വെട്ടി മുറിച്ചത്. അന്ന് നിങ്ങൾ 600 കിലോമീറ്ററിൽ അധികം വരുന്ന റെയിൽപാത സേലത്തേക്ക് മാറ്റി. ഇപ്പോൾ BJP 30 കിലോമീറ്റർ റെയിൽപാത മൈസൂരിലേക്ക് മാറ്റി. നിങ്ങൾക്ക് എങ്ങനെ ധാർമ്മികമായി BJPയുടെ ഈ നടപടിയെ എതിർക്കാൻ കഴിയും? അന്നും ഇന്നും ഇടതുപക്ഷം ഒരു നിലപാടിലാണ്. കേരളത്തോട് റെയിൽവേ കാണിക്കുന്ന കോൺഗ്രസ് ഭരണകാലത്തായാലും BJP ഭരണകാലത്തായാലും നടത്തുന്ന അവഗണനക്കെതിരായി യോജിച്ച പോരാട്ടം, സഭക്കകത്തും പുറത്തുമുള്ള പോരാട്ടം, ഗവൺമെന്റ് അധികാരത്തിലിരിക്കുമ്പോൾ ആ ഗവൺമെന്റിനെ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന പോരാട്ടം, ആ പോരാട്ടം ബഹുജനങ്ങൾ ഏറ്റെടുക്കണം. ആ പോരാട്ടത്തിന്റെ ഭാഗമാണ് DYFI നടത്തുന്ന ഈ സമരം. DYFI എല്ലാ കാലത്തും കേരളത്തിന്റെ പൊതുപ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പോർഭൂമിയിൽ ഇറങ്ങാറുണ്ട്. കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന അവഗണനക്കെതിരായ പോരാട്ടം DYFI ശക്തിപ്പെടുത്തേണ്ട ഒരു ഘട്ടമാണ്. 16.5 ലക്ഷം ജീവനക്കാർ ജോലി ചെയ്യുന്ന ഒരു മേഖലയാണ് റെയിൽവേ. തൊഴിൽ രഹിത യൗവനം ഇന്ത്യയിലാകെ ജോലിക്ക് വേണ്ടി വേഴാമ്പലിനെ പോലെ കേടുകയാണ്. പ്രത്യേകിച്ച് ജോലിക്ക് വേണ്ടി അപേക്ഷ കൊടുക്കേണ്ട ബിരുദവും ബിരുദാനന്തര ബിരുദവും സാങ്കേതിക പരിജ്ഞാനവും നേടിയ യുവജനങ്ങൾ അവർക്ക് ജോലിയില്ലാതെ ബുദ്ധിമുട്ടുന്ന സമയത്ത് റെയിൽവേയിൽ 2.5 ലക്ഷം ഒഴിവുകളാണ് ഒഴിച്ചിട്ടിരിക്കുന്നത്. ഇതെല്ലാം യുവജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നമാണ്. റെയിൽവേ ഡിവിഷൻ വെട്ടിക്കുറച്ച നടപടി ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നമാണ്. യുവജനങ്ങളെ ബാധിക്കുന്നതും ജനങ്ങളെ ആകെ ബാധിക്കുന്നതുമായ റെയിൽവേയുടെ തെറ്റായ നടപടികൾക്കെതിരായി നടത്തുന്ന ഈ സമരം ആഘോഷവേളയിൽ തന്നെ നടത്തേണ്ടി വന്നത് കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന ക്രൂരമായ അവഗണനയുടെ ഫലമായിട്ടാണ് ഉണ്ടായിരിക്കുന്നത്. ഈ സമരത്തിൽ പങ്കെടുത്ത എല്ലാവരെയും ഹാർദമായി അഭിവാദ്യം ചെയ്യുന്നു. എല്ലാവർക്കും നബിദിന തിരുവോണ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു.